നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സാപ്പ് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വന്നാലോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് ഈ വാട്സാപ്പ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ ഒരു മൊബൈൽ നമ്പർ, ഈ ഒരു സിം കാർഡ് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രവാസികളായ ആളുകൾ ഒരുപാട് കാലം ഇത് റീചാർജ് ചെയ്യാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിം കാർഡ് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സിം കാർഡ്, ഈ നമ്പർ ലഭിക്കുന്ന വ്യക്തിക്ക് ഇതേ വാട്സാപ്പ് രജിസ്റ്റർ ചെയ്യാലോ? ഇത് നമ്മളെ വാട്സപ്പ് തന്നെയാണ്. അതായത് നമുക്ക് വരുന്ന കോളുകൾ, നമുക്ക് വരുന്ന മെസ്സേജുകൾ, എന്തിനേറെ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റുകൾ കംപ്ലീറ്റ് അവർക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു വാട്സപ്പിൽ ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അവർക്ക് വാട്സാപ്പ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. OTP വന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, ഒരിക്കലും തന്നെ നമ്മുടെ വാട്സാപ്പ് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഏതാണ് ആ സെറ്റിങ്സ്, എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. പല ആളുകൾക്കും അറിയുന്ന സെറ്റിങ്സ് തന്നെയാണ്. നിങ്ങളുടെ വാട്സാപ്പ് മറ്റാരും ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തു വെക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ അക്കൗണ്ട് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ വാട്സാപ്പിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഇതൊന്ന് ചെയ്തു വെക്കുക. ഇത് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരു വാട്സാപ്പ് OTP വന്നു കഴിഞ്ഞാലും മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഈ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ കൊടുത്ത ആ ഒരു കോഡ് നമ്പർ അറിയില്ലെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ ഇതെന്തായാലും ഓൺ ചെയ്ത് വെക്കണം നിർബന്ധമായിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടേൺ ഓൺ എന്നാണ് കാണിക്കുക. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 6 അക്ക പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ കാണുന്ന ഏതെങ്കിലും ഒരു 6 അക്ക പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പക്ഷേ ഈ ഒരു പിൻ നമ്പർ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു വാട്സാപ്പ് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ 6 അക്ക പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ, അതായത് വാട്സാപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പിൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഒരു സിം ലഭിക്കുന്ന വ്യക്തിക്ക് പോലും OTP വന്നു കഴിഞ്ഞാലും ഈ ഒരു 6 അക്ക പിൻ നമ്പർ എൻ്റർ ചെയ്താൽ മാത്രമേ ഈ ഒരു വാട്സാപ്പ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ഉടനെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പിൻ നമ്പർ തന്നെ എൻ്റർ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത്. ഇങ്ങനെ 1-2 തവണ നിങ്ങളോട് ചോദിക്കും. നിങ്ങളുടെ പിൻ നമ്പർ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. കൃത്യമായിട്ട് ആ ഒരു പിൻ നമ്പർ തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തെറ്റിപ്പോകരുത്. കൃത്യമായിട്ട് അതേപോലെ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആകും. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു വാട്സാപ്പിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിം കാർഡ് കിട്ടുന്ന ആർക്കും തന്നെ OTP വന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, അവർക്ക് ഈ ഒരു പിൻ നമ്പർ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു വാട്സാപ്പ് അവർക്ക് ആ ഒരു മൊബൈൽ നമ്പറിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ വാട്സാപ്പിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു സെറ്റിംഗ്സ് ആണ്. ഇനി നമുക്ക് വാട്സാപ്പ് വീണ്ടും ഓപ്പൺ ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത ഉടനെ ആയതുകൊണ്ടാണ് നേരത്തെ പിൻ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.